അടിസ്ഥാന വാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഉത്ഥിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തെയും അപ്പസ്തോലിക സംഘത്തെയും തൻ്റെ അനുയായികളെയും നിയോഗം നൽകി ക്രമപ്പെടുത്തുന്ന ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഗ്രീക്ക് ഭാഷയിൽ മാർട്ടൂറസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുറിയാനിയിൽ സഹദ അല്ലെങ്കിൽ സൊഹദോ എന്ന വാക്കാണ് സുറിയാനി ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഒരു സാക്ഷി? പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ സാക്ഷിയായി 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് ഈ ലോകത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി തന്നെ സമർപ്പിച്ച ഒരു വലിയ പിതാവിൻ്റെ ഓർമ്മയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ക്രിസ്തു നമ്മെ നിയോഗിച്ചിരിക്കുന്നത് നാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുക എന്നതാണ്. മാർട്ടൂറസായി മാറുക. ആ വാക്കിൽ നിന്നുമാണ് നമുക്കറിയാവുന്നതുപോലെ മാർട്ടിയർ എന്ന വാക്കുണ്ടായത്. ആ വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഗീവർഗീസ് സഹദോ എന്ന വാക്കിന്റെ അർത്ഥം സാക്ഷിയായ ഗീവർഗീസ് എന്നാണ്. ഇന്ന് സന്ധ്യയിൽ സാക്ഷ്യത്വത്തിന്റെ 5 ലക്ഷണങ്ങൾ കമ്പിവാചകങ്ങളിൽ പറഞ്ഞ് ഈ വചനപ്രഘോഷണ ശുശ്രൂഷ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാം എന്ന് കരുതുകയാണ്. 5 എന്ന അക്കം ഞാൻ പറഞ്ഞതുകൊണ്ട് വചനപ്രഘോഷണം നീണ്ടുപോകും എന്ന ചിന്ത ആദ്യമേ ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ കമ്പിവാചകങ്ങളിൽ ഒരു സാക്ഷിയുടെ സാക്ഷ്യത്വത്തിന്റെ 5 ലക്ഷണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ അപ്പസ്തോലന്മാരെ, തൻ്റെ പരിശുദ്ധ സഭയെ നിയോഗിക്കുകയാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. നമ്മുടെ ഓരോ പെരുന്നാളും സാക്ഷ്യത്വത്തിലേക്കുള്ള വാതായനങ്ങളാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കാണികളുടെ എണ്ണം കൂടുകയും സാക്ഷികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ആത്മീകതയുടെ ഒരു പാപ്പരത്വമാണ്. കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്, എന്നാൽ സാക്ഷികളുടെ എണ്ണം അതിന് അനുസൃതമായി വർദ്ധിക്കുന്നില്ല എന്നത് കാലഘട്ടത്തിന്റെ തന്നെ ഒരു വലിയ വിരോധാഭാസമാണ്. പ്രിയപ്പെട്ടവരെ, കാണികളിൽ നിന്ന് സാക്ഷിയായി തീരാനുള്ള വാതായനമാണ് ഒരു പരിശുദ്ധന്റെ പെരുന്നാൾ. പെരുന്നാളിലൂടെ നാം കാഴ്ചക്കാർ എന്ന നിലയിൽ നിന്ന് നാം സാക്ഷികളായി രൂപം പ്രാപിക്കുകയാണ്. എന്താണ് ഒരു സാക്ഷിയുടെ പ്രത്യേകത? ഒന്നാമതായി നമുക്കറിയാം, സാക്ഷി എന്ന വാക്ക് നമ്മൾ സാധാരണ അനുദിന ജീവിതത്തിലും ഉപയോഗിക്കുന്ന വാക്കാണ്. സാധാരണയായി കോടതിയുമായി ബന്ധപ്പെട്ടതാണല്ലോ സാക്ഷി പറയുക എന്ന വാക്ക്. അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടതാണ് സാക്ഷി എന്ന വാക്ക്. നമ്മുടെ വിവാഹ കൂദാശയിലും ഈ സാക്ഷികളുണ്ട്. ചിലപ്പോഴൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ്, ഈ വിവാഹം കഴിയാറാകുമ്പോൾ മുന്നിലത്തെ വാതിലിൽ കുറച്ചു പേരിങ്ങനെ ഇടിച്ചിടിച്ചു നിൽക്കും. എന്തിനാണെന്ന് ചോദിച്ച കാര്യതയുള്ളൂ, അവർക്ക് ആ രജിസ്റ്ററിൽ അവരുടെ പേര് സാക്ഷിയുടെ കോളത്തിൽ ഒന്ന് എഴുതി ഒപ്പിടണം. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിവാഹ കൂദാശയുടെ രജിസ്റ്ററിൽ സാക്ഷിയായി തീരുന്ന വ്യക്തി, അദ്ദേഹം വെറും കാഴ്ചക്കാരനല്ല. അദ്ദേഹമെന്ന് ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് അതിനുള്ള സാധ്യതയില്ല എന്ന അർത്ഥത്തിലല്ല.
ഒരു ക്രമമനുസരിച്ച് പുരുഷന്മാർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ബോധ്യം. സ്ത്രീകൾക്കും സാക്ഷിയാകുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമുണ്ട് എന്ന് കാനൂനികമായി തോന്നുന്നില്ല. പോട്ടെ, ആരാണൊരു സാക്ഷി? ആ സാക്ഷി ആ മണവാളന് വേണ്ടി, മണവാട്ടിക്ക് വേണ്ടി, ക്രിസ്തുവിൽ സമാരംഭിക്കുന്ന ഒരു പുത്തൻ കുടുംബത്തിനു വേണ്ടി, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ പൂർണ്ണമാകുന്ന ക്രൈസ്തവ ബാന്ധവത്തിന് വേണ്ടി അവർ സാക്ഷികളായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാക്ഷി എന്ന വാക്ക് നമുക്കത്ര അപരിചിതമായ വാക്കല്ല. ഒരു സാക്ഷിയുടെ ഒന്നാമത്തെ പ്രത്യേകത, കോടതിയിലാണെങ്കിലും എഗ്രിമെന്റ് വെക്കുമ്പോഴാണെങ്കിലും സാക്ഷിയുടെ റോൾ എന്ന് പറയുന്നത് സത്യം പറയുക, സത്യത്തിൽ നിലനിൽക്കുക. കോടതിയുടെ ചിട്ടകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ സിനിമയിലെങ്കിലും കണ്ടിട്ടുള്ളവർക്കറിയാം. സാക്ഷികൂടത്തിലേക്ക് ഒരാൾ കയറി നിൽക്കുമ്പോൾ കോടതിയുടെ പിയൂൺ അഥവാ ശിരസ്താർ ഒരു മതവിശ്വാസിയാണെങ്കിൽ അവരുടെ മതഗ്രന്ഥം, പ്രത്യയശാസ്ത്രത്തിന്റെ വിശ്വാസിയാണെങ്കിൽ ആ പ്രത്യയശാസ്ത്രം അതിൽ പിടിച്ച് അവർ സത്യം ചെയ്യണം. എന്താണ് സത്യം ചെയ്യേണ്ടുന്നത്? സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ, സത്യമല്ലാത്തതൊന്നും ഞാൻ പറയില്ല. കേൾക്കുക പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ സത്യം പറയുന്നവനും സത്യത്തിൽ ജീവിക്കുന്നവനുമാണ്. ഇന്നത്തെ കാലം അസത്യവും അസത്തും വളരുന്ന ഒരു കാലമാണ്. അത് സാമൂഹ്യ ശാസ്ത്രപരമായി തന്നെ അസത്തും അസത്യവും വളരുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു വാക്ക് നിങ്ങൾക്കറിയാം, പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. 2016 രൂപപ്പെട്ട ഒരു വാക്കാണ് പോസ്റ്റ് ട്രൂത്ത്. അതിന്റെ മലയാളം സത്യാനന്തരം എന്ന് പറയും. എന്താണ് ഈ സത്യാനന്തരം എന്ന വാക്കിന്റെ അർത്ഥം? അതിന്റെ പൂർണ്ണമായ അർത്ഥം ഇതാണ്: റിലേറ്റിംഗ് ടു ഓർ ഡിനോട്ടിംഗ് സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് objective facts are less influential in shaping public opinion than appeals to emotion and personal belief. എന്താണ് അർത്ഥം? ഒരാശയ ഘടന രൂപീകരിക്കുന്നതിൽ ആശയത്തിനോ അതിന്റെ റീസണോ അതിന്റെ തെളിവുകൾക്കോ ഒരു സ്വാധീനവുമില്ലാതെ വൈകാരികമായ ചില കാര്യങ്ങൾ മാത്രം ഒരാശയത്തെ സ്വാധീനിക്കുന്നതിന്റെ പേരാണ് എന്താ? പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. വൈകാരികവും അയഥാർത്ഥവും സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസൃതമായും ഒന്നിനെ വ്യാഖ്യാനിക്കുകയും എന്നാൽ കൃത്യമായ വിവരങ്ങൾ തമസ്കരിക്കുകയും ചെയ്യുന്നത്, അതിന്റെ പേരാണ് പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തരം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായിട്ടുള്ളവരുണ്ടാകാം. കുറെ കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? പകയുള്ളവർ വാർത്തകൾ സൃഷ്ടിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും, മണ്ടന്മാർ അത് പ്രചരിപ്പിക്കും. അതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. നമ്മളിന്ന് എവിടെ നോക്കിക്കൊള്ളൂ, നമുക്കറിയാം, ഇന്ന് വാട്സപ്പിൽ, ട്വിറ്ററിൽ, എക്സിലൊക്കെ എത്രയോ വാർത്തകളാണ് ഉണ്ടാക്കുന്നത്. ഈ വാർത്തകൾ ഏതെങ്കിലും റീസണബിൾ ആണോ? ഈ വാർത്തകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അയഥാർത്ഥമായ വൈകാരികമായ വാർത്തകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പകയുള്ളവർ വാർത്തകൾ സൃഷ്ടിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. സത്യമാണോ എന്ന് അന്വേഷിക്കുക പോലുമില്ല. മണ്ടന്മാർ അത് പ്രചരിപ്പിക്കും. ഒന്ന് ഞെക്കിയാൽ മതി, എത്ര ഗ്രൂപ്പുകളിലേക്കാണ് അത് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വന്യനായ വർഗീസ് അച്ഛൻ യാഥാർത്ഥ്യത്തെ, ചരിത്രത്തെ അതിന്റെ റീസൺ ഉപയോഗിച്ച് നമ്മുടെ മുമ്പിൽ വ്യാഖ്യാനിച്ചു. പക്ഷേ ഇന്നത്തെ ലോകം അംഗീകരിക്കുന്നത് ഇപ്രകാരമുള്ള സയുക്തികമായ ചിന്തകളല്ല, മറിച്ച് വികാര കേന്ദ്രീകൃതമായ ആൾക്കൂട്ടത്തിന്റെ ആശയങ്ങൾ
അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, അസത്യവും അസത്തും വളരുന്ന ലോകത്തിൽ നസ്രായൻ ചില സത്യങ്ങളെ തേടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് തന്റെ അപ്പസ്തോലന്മാരെ നിയമിക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഭാരതത്തിന്റെ അടിസ്ഥാന പ്രമാണം നമുക്കറിയാം. കോടതിയിൽ ചെന്നാൽ, വലിയ വലിയ ഓഫീസുകളിൽ ചെന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, സത്യമേവ ജയതേ, സത്യം വദ ധർമ്മം ചര. നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്ക് കൊടുത്തിരിക്കുന്ന പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, സത്യമാണ് സാക്ഷ്യം. എവിടെയാണോ അസത്യമുള്ളത് അത് എതിർ സാക്ഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുമ്പോൾ നമ്മിൽ നിന്ന് യേശു തമ്പുരാൻ പ്രതീക്ഷിക്കുന്നത് നാം സത്യത്തിൽ ജീവിക്കണം എന്നതാണ്. നുണയുടെ തമ്പുരാനാണ് സാത്താൻ. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നോമ്പുകാലം ആരംഭിക്കുമ്പോൾ സാത്താന്റെ പേര് മാറും. പരിശുദ്ധമായ വലിയ നോമ്പിൽ സാത്താന് വേറെ ഒരു പേരാണ് നമ്മുടെ ആരാധനാ സാഹിത്യത്തിൽ, ആരാധനയിലുള്ളത്. എന്താ ആ പേരെന്ന് പറയാമോ? നിങ്ങളുടെ ചുണ്ടെങ്കിലും ചലിച്ചാൽ എനിക്കിത് മനസ്സിലാകും. എന്താണ്? വെരി ഗുഡ്. ആഗൽ കറുസ. സുറിയാനിയിൽ അഗ്രഗണ്യനായ വ്യക്തി ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഞാൻ ചെയ്യുന്നത് പാതകമാണെന്നും തെറ്റാണെന്നും അറിയാം. എങ്കിലും ഓർക്കുക, ആഗൽ കറൂസ എന്ന വാക്ക് വന്നത് ഓക്കൽ കറുസോ എന്ന വാക്കിൽ നിന്നുമാ. ആ വാക്കിന്റെ അർത്ഥം കള്ളം പറയുന്നവൻ, നുണ പറയുന്നവൻ, മാലിന്യം ഭുജിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം വൈകാരികമായി മനുഷ്യനെ സമീപിച്ച് അസത്യം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അവനെ മാറ്റുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദമിനും ഹവ്വായ്ക്കും കൊടുത്ത കൽപ്പന, തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ സാത്താൻ വന്ന് ആദ്യ മാതാവായ ഹവ്വായോട് പറയുന്നത്, ഈ ഫലം കഴിച്ചാൽ നീ ആരെ പോലാകും? ദൈവത്തെ പോലാകും. പ്രിയപ്പെട്ടവരെയും, ഇത് സാത്താന്റെ തന്ത്രമാണ്, ആഗൽ കറുസായുടെ തന്ത്രമാണ്. നമ്മുടെ കർത്താവിനെ പോലും ഈ വ്യാജത്തിന്റെ തന്ത്രത്തിൽ വീഴ്ത്തുവാൻ സാത്താൻ ശ്രമിക്കുന്നുണ്ട്. കർത്താവായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. നമ്മൾ അത്രയും വലിയ ആത്മീക വളർച്ചയില്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, 3 പരീക്ഷണങ്ങൾ നമുക്കറിയാം. അത് ഓരോന്നും എടുത്ത് വ്യാഖ്യാനിക്കുവാൻ ആവശ്യമാണെങ്കിലും ഒന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവിനെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ താഴോട്ട് ചാട്, ചാടിയാൽ നിന്നെ കാക്കുവാൻ ആരുണ്ട്? മാലാഖമാരുണ്ട് എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. കേട്ടാൽ വളരെ സൗകുമാരികമായ, വളരെ ലളിതമായ, ആകർഷണീയമായ വാക്കാണ്. ചാടുക, ചാടിയാൽ നിന്നെ കാക്കുവാൻ ആരുണ്ട്? മാലാഖമാരുണ്ട് എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എവിടെയാണത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. 91-ാം സങ്കീർത്തനത്തിലാണ്. അതുകൊണ്ടാണ് ആ മസ്മൂറ നമ്മളെല്ലാ നമസ്കാരങ്ങൾക്കും വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ ഏറെ വ്യാഖ്യാനിക്കുന്നില്ല. ഓർക്കുക, 91-ാം സങ്കീർത്തനത്തിൽ ചാടിയാൽ താങ്ങാം എന്നല്ല, വീണാൽ താങ്ങും എന്നാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ചാടുന്നതും വീഴുന്നതും വ്യത്യാസമുണ്ട്. ചാടുന്നത് അത് തന്നിഷ്ടമാണ്, അവനവനിഷ്ടമാണ് ചാടുന്നത്. വീണാൽ ആര് താങ്ങും? ദൈവം താങ്ങും. നോക്കുക, ഒരു വാക്കിനെ ട്വിസ്റ്റ് ചെയ്ത് സാത്താൻ പ്രയോഗിക്കുന്ന തന്ത്രം. ക്രിസ്തു അതുകൊണ്ടാണ് സാത്താനോട് പറയുന്നത്, നിന്റെ ദൈവത്തെ നീ പരീക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്ധ്യയിൽ സഹദായുടെ പെരുന്നാളിന്റെ വചനപ്രഘോഷണത്തിന്റെ കടശിയിൽ
ക്രിസ്തു അന്വേഷിക്കുകയാണ് സത്യത്തിൽ ജീവിക്കുന്ന ചില ആളുകളെ. അസത്യം പെരുകുന്ന ഈ ലോകത്തിൽ സത്യത്തിൽ ജീവിക്കുവാൻ കുഞ്ഞുണ്ണി മാഷ് അതുകൊണ്ടാണ് പാടുന്നത്, നീരറ്റാൽ വേരറ്റു, നേരറ്റാൽ നരനറ്റു. നീരറ്റാൽ വേരറ്റു, നേരറ്റാൽ നരനറ്റു. നമ്മൾ നോക്കുക, എന്തോരം കള്ളപ്രചരണങ്ങൾ, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്ന പ്രചരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു, അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടും. കാരണം അസത്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. അസത്യം പറയുന്നത് that is blasphemy against Holy Spirit. നമുക്കറിയാം, ക്രിസ്തു കരുണയുടെ നാഥനാണ്. കരുണയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിനില്ല. കുരിശിൽ കിടക്കുമ്പോഴും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എല്ലാം ദൈവം ക്ഷമിക്കും എന്നത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. നമ്മുടെ കുമ്പസാരക്രമത്തിൽ മരണകരമായ പാപത്തിൽ ഒരു പാപമാണ് എല്ലാ പാപങ്ങളും ദൈവം നിരുപാധികം ക്ഷമിക്കും എന്നത്. ഇറ്റ്സ് എ ഡെഡ്ലി സിൻ, മരണകരമായ പാപമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാം ക്ഷമിക്കുന്നവന്. പക്ഷെ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലും നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യപുത്രനോടുള്ള എല്ലാ പാപവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടില്ല. ഏതാണ് പ്രിയപ്പെട്ടവരെയും ഈ അൺഫോർഗീവബിൾ സിൻ, ക്ഷമിക്കപ്പെടാത്ത പാപം? എന്താണ് ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? ആ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഒരു രാജാവായി തീരുമെന്ന പ്രതീക്ഷ ഒന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവന് ബുദ്ധിഭ്രമമുണ്ട്. രണ്ടാമതായി ജെറുസലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ. അതെന്താ, യെരുശലേമിലെ ശാസ്ത്രിമാർക്ക് കൊമ്പുണ്ടോ? കൊമ്പുണ്ട്. കാരണം യെരുശലേമിലെ ശാസ്ത്രിമാർ അവർ പഴയ നിയമം അത് പകർത്തി എഴുതുന്നവരാ. മശിഹ ആരെന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് യെരുശലേമിലെ ശാസ്ത്രിമാർ. മശിഹായുടെ പ്രവർത്തനം എന്താ എന്ന് അവർക്കറിയാം. പക്ഷേ യെരുശലേമിൽ നിന്ന് ശാസ്ത്രിമാരെന്ത് പറഞ്ഞു? ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യത്തെ തമസ്കരിക്കുന്നത്, നന്മയെ ഇകഴ്ത്തുന്നത്, അനുഗ്രഹപ്രദമായതിനെ തുച്ഛീകരിക്കുന്നത്, ഇത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അത് ക്ഷമിക്കപ്പെടില്ല എന്ന് നസ്രായൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മെ അവിടുന്ന് ക്ഷണിക്കുകയാണ് സത്യത്തിന്റെ പാതയിലേക്ക്. അതുകൊണ്ടാണ് എഫെസ് ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടുന്നതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ. എന്താ ഈ നല്ല വാക്കെന്ന് പറയുന്നേ? ആൻറ്റി, അങ്കിളെ, അച്ചാച്ച, അച്ചായ എന്നൊക്കെ വിളിക്കുന്നതാണ് ഈ നല്ല വാക്ക്. പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടിസ് അനാത്തോസ് എന്ന വാക്ക്. അലേത്തയ എന്ന വാക്ക് സത്യത്തിന് പറയുന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ റൂട്ടിൽ നിന്നുള്ളതാണ് ഈ അനാത്തോസ്. അങ്ങനെയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടുന്നതിന് ആവശ്യം പോലെ ആത്മീക വർധനവയ്ക്കായി സത്യമല്ലാതെ ആകാത്തത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സപ്രോസ് എന്ന വാക്കാണ്. ആകാത്തത് എന്നാൽ
അസത്യമായത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഗീവർഗീസ് സഹോദോ, ഗീവർഗീസ് എന്ന സാക്ഷി, അദ്ദേഹം സത്യത്തിന് വേണ്ടി നിലകൊണ്ടയാളാണ്. സത്യത്തിന് വേണ്ടി സ്വയം യാഗമായി തീർന്നവൻ. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 2 കൊരിന്ത്യർ ലേഖനം 13:8, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ല. വന്ദനായ വർഗീസ് അച്ഛനൊക്കെ സത്യം പറയുമ്പോൾ ചില ആളുകൾ ട്രോളി പൊങ്കാലയിടും. അവർക്കതിനേ കഴിയുള്ളൂ. കാരണം പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും. മൂഢന്മാർ അത് വിശ്വസിക്കും, മണ്ടന്മാർ അത് പ്രചരിപ്പിക്കും. പക്ഷേ ട്രൂത്ത് വിൽ ട്രയംഫ്. സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള തൻ്റെ അപ്പസ്തോലിക സംഘത്തിന്റെ വലിയ സാക്ഷ്യം വിശുദ്ധ ലൂക്കോസ് 24:19. എമ്മോസിലേക്ക് പോകുന്ന 2 പേർ, അവരുടെ കൂടെ കർത്താവ് നടന്നത് ഞാൻ വ്യാഖ്യാനിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, അവനോട് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ജെറുസലേമിൽ ഇന്ന് നടന്നത് നീ മാത്രമേ അറിയാതെ പോയിട്ടുള്ളോ? അവൻ അവരോട് ചോദിക്കുകയാണ്, ഏത് കാര്യം ആരെ കുറിച്ചുള്ളത്? വിശുദ്ധ ലൂക്കോസ് 24:19, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും, മലയാള വേദപുസ്തകത്തിൽ ശക്തിയുള്ള പ്രവാചകനായ യേശു എന്നാണ് കാണുന്നത്. എന്നാൽ മൂലഭാഷയിൽ അലേഥയ എന്ന വാക്ക്, ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും സത്യമുള്ളവനായ ക്രിസ്തു. അവന്റെ സാക്ഷികളാണ് നാം. ഈ വിശുദ്ധന്മാരൊക്കെ രക്തസാക്ഷികളായത് സത്യത്തിന് വേണ്ടിയാണ്. ഇന്ന് സന്ധ്യയിൽ നസ്രായൻ അന്വേഷിക്കുകയാണ്, അസത്യവും അസത്തും പെരുകുന്ന ഈ ലോകത്തിൽ സത്യത്തിൻ്റെ വക്താക്കളായി, സത്യത്തെ ഉൾക്കൊള്ളുന്നവരായി മാറുവാനുള്ള സാക്ഷികളെ തേടുകയാണ്. രണ്ടാമതായി, ഒരു സാക്ഷിയുടെ പ്രത്യേകത, സാക്ഷി തൻ്റെ വിശ്വാസം വിശ്വസ്തതയിലേക്ക് രൂപപ്പെടുത്തിയവനാണ് സാക്ഷി. വിശ്വാസം വിശ്വസ്തതയിലേക്ക് രൂപപ്പെടുത്തിയവൻ. നമുക്ക് സുപരിചിതമായ, നമ്മളൊക്കെ സൺഡേ സ്കൂളിനും മർത്തമറിയം സമാജത്തിനുമൊക്കെ കാണാതെ പഠിക്കുന്ന വാക്യമാണല്ലോ എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് നമുക്കറിയാം. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ലഭിക്കുമെന്ന ആ ട്രസ്റ്റ്, ആ ഉറപ്പ്. എന്നാൽ എന്താണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം? പ്രിയപ്പെട്ടവരെ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വിശ്വസ്തതയാണ്. എന്നെ കണ്ട് വിശ്വസിച്ചവരെക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ അത് വിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൊട്ടു താഴെ എഴുതിയിരിക്കുന്നത്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, തങ്ങൾ വിശ്വസിക്കുന്ന ശരികളോട് കാട്ടുന്ന കടപ്പാടും വിധേയത്വവും ബാന്ധവവും, അതിൻ്റെ പേരാണ് വിശ്വസ്തത. നമ്മുടെ കാലത്തിൽ വിശ്വാസികൾക്ക് പഞ്ഞമില്ല, അല്ലേ? പെരുന്നാളിൻ്റെ അവസാന ദിവസങ്ങളൊക്കെ നോക്കിയാൽ വിശ്വാസികൾക്ക് പഞ്ഞമില്ല. പക്ഷേ വിശ്വാസി വിശ്വസ്തനാകുന്നുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൻ്റെ അപക്ഷത, കാലഘട്ടത്തിൻ്റെ ഒരു കുറവ്, വിശ്വാസികളുടെ എണ്ണമുണ്ട്, പക്ഷേ വിശ്വസ്തന്മാരില്ല. പ്രിയപ്പെട്ടവരെ, ഈ വേദം, ഈ കറുത്ത പുസ്തകം വിശ്വസ്തന്മാരുടെ ചരിത്രമാണ്. ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും നികൃഷ്ടനായ വ്യക്തി. അദ്ദേഹം ഇസ്രായേലിൽ 9-ാം നൂറ്റാണ്ടിൽ ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടിന് ഒരു സാധനത്തെയും കൂടെ കിട്ടി.
ഞാൻ അടൂരിൽ നിന്ന് വരുന്നയാളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഈനാം പേച്ചിക്ക്, പുതുപ്പള്ളിയിലും ഉണ്ടോ, ദൈവത്തിൻ്റെ സ്തോത്രം, ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്, ചക്കിക്കൊത്ത ചങ്കര. ആഹാബിന് കൂട്ടായി ആരെ കിട്ടി? ഇസബേലിനെ കിട്ടി. രാജാവിനെ തിരുത്താനുള്ള പ്രവാചക ഗണം, പ്രൊഫറ്റിക് ഗിൽഡ്. ഇത് പഴയ നിയമത്തിലെ ഒരു സംവിധാനമാണ്, രാജാവിനെ തിരുത്തുവാൻ പ്രവാചക ഗണം. പക്ഷേ ആഹാബിന്റെ കൊട്ടാരത്തിലെ മൃഷ്ടാന്ന ഭോജ്യം കഴിച്ച് രാജാവ് ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ഇന്നും ചില രാജാക്കന്മാർക്ക് ചിന്ത, സ്വയാവരോധിതമായ രാജാക്കന്മാരുടെ ചിന്ത, തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയുന്നത് ശരിയാണെന്ന. എല്ലാ ശരികളും ശരിയല്ല. അത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ബോധ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചക ഗണം രാജാവ് ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് രാജാവിനോട് ഒട്ടുനിന്നപ്പോൾ 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1-ാമത്തെ വാക്യം, തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്, കുടുംബ പാരമ്പര്യമില്ല, അപ്പന്റെ പേരില്ല, ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഒരു സാധാരണപ്പെട്ടവൻ, അദ്ദേഹം ആഹാബിന്റെ കൊട്ടാരത്തിലെത്തി പറയുകയാണ്, ആഹാബേ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഴയും മഞ്ഞും ഉണ്ടാകില്ല. വിശ്വാസം വിശ്വസ്തതയായി രൂപപ്പെടുത്തി. നോക്കുക പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിന്റെ വെളിയിൽ യഹൂദന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അവരിൽ പ്രായാധിക്യമുള്ള നേതാവിന് വേണ്ടി ഹാമാൻ കഴുമരം തയ്യാറാക്കിയിരിക്കുകയാണ്. മൊർദെഖായി എസ്തേറിനോട് ചോദിക്കുന്നു, എസ്തേർ, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി ആര് ശബ്ദിക്കും? പ്രിയപ്പെട്ടവരെ, മൊർദെഖായിക്ക് വേണ്ടി തയ്യാറാക്കിയ കഴുമരത്തിൽ ആരാണോ ഈ കഴുമരം തയ്യാറാക്കിയത്, അവൻ തൂങ്ങേണ്ട ഗതികേടാണ് ഈ ചരിത്രത്തിൽ കാണുന്നത്. നോക്കുക, ഹെറോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുകയാണ്. കാട്ടുത്തിപ്പഴം പറുക്കി കഴിക്കുന്ന ഒരു വലിയ ദൈവീകമായ മനുഷ്യൻ. അയാൾ ചെന്ന് രാജാവിനോട് പറയുക, രാജാവേ, താൻ ചെയ്യുന്നത് ശരിയല്ല, ഇറ്റ് ഈസ് അഡൾട്ടറി. തന്റെ സഹോദര ഭാര്യയെ വെപ്പാട്ടിയായി വെക്കുന്നത് ശരിയല്ല. സ്നാപകൻ അറിയാം, തല പോകും, പക്ഷേ തലയേക്കാൾ വലുതാണ് വിശ്വസ്തത. സഭയുടെ ചരിത്രത്തിൽ എത്രയോ പേർ, സ്മിർനായിലെ പോളികർപ്പോസ് 86-ാം വയസ്സിൽ രാജാവ് വാഗ്ദാനം ചെയ്യുക, പോളികാർപ്പ് താൻ കർത്താവിനെ, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു ഭാഗം ഞാൻ തരാം. പോളികാർപ്പ് മറുപടി പറയുക, ലാസ്റ്റ് 86 years I was serving him. അവൻ എനിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, AD 275 ജനിച്ച് 303 മരിച്ച, അപ്പൊ എത്ര വയസ്സ്? ഇനിയും മൊബൈൽ വേണോ, തോണ്ടണോ? 275 ജനിച്ച് 303 മരിച്ച എത്ര വയസ്സ്? 28 വയസ്സ്. അതിനോടകം റോമൻ സാമ്രാജ്യാധിപന്റെ സൈന്യാധിപനായി രൂപം പ്രാപിച്ച ഗീവർഗീസ് രാജാവ് പറയുകയാണ്, ഡയോക്ലീഷ്യൻ, ഗീവർഗീസ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ നീ വിളംബരം പുറപ്പെടുവിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ആ ഓപ്ഷനാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഗീവർഗീസ് ഭൗതികമായി എവിടെ എത്തിയേനെ? പരിശുദ്ധനായ പൗലോസ്തുതിയൻ ബാബാ തിരുമനസ്സുകൊണ്ട് ഒരിക്കൽ പറഞ്ഞതുപോലെ, ഇത്തിരി വിട്ടുവീഴ്ചകൾ ബലഹീനനായ ഞാൻ ചെയ്യുന്നു എങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ? പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ചകൾ സത്യത്തിന് വേണ്ടി ചെയ്യുന്നവൻ വിശ്വസ്തനല്ല. സത്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല വിട്ടുവീഴ്ച. ഗീവർഗീസ് ആ കൽപ്പന സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഡയോക്ലീഷ്യന്റെ വിളംബരം കൽപ്പന കീറിയെറിഞ്ഞു. 28-ാമത്തെ വയസ്സിൽ
നമ്മൾ സാധാരണ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വിമർശിക്കുകയല്ല, ഗീവർഗീസ് സഹദ എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് പാമ്പും കുതിരയുമാണ്. പാമ്പും കുതിരയും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്വസ്തത, അത് നമ്മൾ മറന്നു പോകരുത്. രാജാവിന്റെ മുമ്പിൽ താൻ ഏറ്റെടുക്കുന്ന എല്ലാ കഷ്ടാനുഭവങ്ങളും ഏറ്റെടുക്കുമ്പോൾ തന്റെ വിശ്വാസം വിശ്വസ്തതയിലേക്ക് അവിടുന്ന് രൂപപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, സ്മിർനയിലെ സഭയുടെ ദൂതനോട് പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെയും, നമുക്കറിയാം ഗീവർഗീസ് സഹദായുടെ തലയിൽ ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിൽ എത്ര നിറമുള്ള തൂവലാ ഉള്ളത്? അയ്യോ, അത് ചോദിക്കരുത് അച്ഛാ. ഞങ്ങൾക്ക് സഹദായെ ഇഷ്ടമാണ്, സഹദായുടെ വേഷവും ഇഷ്ടമാണ്, പക്ഷെ തൂവലിന്റെ കാര്യം ചോദിക്കരുത്. എത്ര നിറത്തിലുള്ള തൂവലുണ്ട്? 3 നിറം. ഒന്നാമത്തത് പച്ച, രണ്ടാമത്തത് ചുവപ്പ്, മൂന്നാമത്തത് മഞ്ഞ. എന്താണ് ഈ 3 തൂവലുകളുടെ അർത്ഥം? പച്ച പേട്രിയോട്ടിക് ആയിട്ടുള്ള ആളുകൾക്ക്, രാജ്യസ്നേഹമുള്ള ആളുകൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന പ്രിവിലേജാണ് അവരുടെ കിരീടത്തിൽ ഈ പച്ച തൂവൽ. ആദിമശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രം പറയുന്നത്, രാജ്യത്തിനു വേണ്ടി തൻ്റെ വസ്തുവകകൾ കൊടുത്തവർ, പേട്രിയോട്ടിക് രാജ്യസ്നേഹികൾ, അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജാണ് ഈ പച്ചത്തൂവൽ. രണ്ടാമത്തത് ചുവന്ന തൂവൽ, അത് ബ്രേവിറ്റി, ധൈര്യശാലികൾക്ക് കൊടുക്കുന്ന തൂവലാണ്. 6 യുദ്ധങ്ങളിലെങ്കിലും ഗീവർഗീസ് റോമൻ സാമ്രാജ്യത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ ജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ രാജ്യം കൊടുത്ത തൂവലാണ് ചുവപ്പ്. മൂന്നാമത്തത് മഞ്ഞ. മഞ്ഞ തൂവൽ ലഭിക്കുന്നത് രാജാവിന്റെ രഹസ്യ ക്യാബിനറ്റിൽ അംഗമായിട്ടുള്ളവർക്ക്. ഇന്നർ ക്യാബിനറ്റ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വ്യാഖ്യാനിച്ച് അത് കുറെ കൂടെ വ്യാഖ്യാനിക്കേണ്ടുന്നതാണെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഈ മഞ്ഞത്തൂവൽ. പ്രിയപ്പെട്ടവരെ, രാജ്യസ്നേഹത്തിന്റെ പച്ചത്തൂവൽ, ധൈര്യത്തിന്റെ ചുവന്ന തൂവൽ, രാജാവിന്റെ ഇന്നർ സർക്കിളിൽ പ്രവർത്തിക്കുന്നവന്റെ മഞ്ഞത്തൂവൽ. പക്ഷേ ഇതെല്ലാം ഗീവർഗീസ് അത് ഈ ലോകത്തിന്റെ മുമ്പിൽ ചേറായി എണ്ണി. അതിനേക്കാൾ വലുതാണ് ക്രിസ്തു കൊടുത്ത ജീവന്റെ കിരീടം. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അതിനാൽ നീതിയുടെ കിരീടം. നിങ്ങൾ ഒന്നോർക്കണം പ്രിയപ്പെട്ടവരെ, എവിടെ ജീവിച്ചിരുന്നയാളാണ് ഈ ഗീവർഗീസ്? എത്രത്തോളം ദൂരത്ത് ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം. ഈ പുതുപ്പള്ളിയിലും ചന്ദനപ്പള്ളിയിലും മലങ്കരയിൽ ആ മനുഷ്യന്റെ പേര് അറിയപ്പെട്ടുവെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊന്നും ഇവിടെ ഉണ്ടായതുകൊണ്ടല്ല. പകലമറ്റം ശങ്കരപുരി കള്ളികാളിയാങ്കൽ കുടുംബക്കാരൊന്നും ഇവിടെ ഉണ്ടായതുകൊണ്ടല്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെ ദൈവം മാനിച്ചു എന്നതാണ്. അതുകൊണ്ട് വിശ്വസ്തരെയാണ് നസ്രായൻ തേടുന്നത്. പ്രിയപ്പെട്ടവരെ, താലന്തിൻ്റെ ഉപമയിൽ 5, 2, 1 ഞാൻ വ്യാഖ്യാനിക്കേണ്ട. 5 കിട്ടിയവൻ 5 കൂടെ സമ്പാദിച്ചു, 2 കിട്ടിയവൻ 2 കൂടെ, 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. 5 കിട്ടിയവൻ ആ താലന്തുമായി യജമാനന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യജമാനൻ എന്താ പറയുന്നത്? ഉത്തമനും വിശ്വസ്തനുമായ ദാസ. ഉത്തമൻ എന്ന് വെച്ചാൽ ഗുഡ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? കഠിനാധ്വാനി, കഷ്ടപ്പെട്ട് ഈ 5 10 മാറ്റവൻ. പക്ഷേ അതുമാത്രമല്ല, ആ പ്രോസസ്സിൽ പാലിക്കേണ്ടുന്നതായ വിശ്വസ്തത പാലിച്ചവൻ. അതുകൊണ്ടാണ് ഉത്തമോന്ന് വിളിച്ച മതി.
പക്ഷേ ഉത്തമൻ മാത്രമല്ല, ആരുമാകണം? വിശ്വസ്തനും ആകണം. ഈ സന്ധ്യയിൽ നസ്രായൻ ആവശ്യപ്പെടുകയാണ്, പ്രിയപ്പെട്ടവരെ, വിശ്വസ്തരായി മാറാൻ. നമ്മുടെ കാലത്തിലും അങ്ങനെ ജീവിച്ച മനുഷ്യരൊക്കെ ഉണ്ട്. 276 പെൺകുട്ടികളെ ബൊക്കെ ഹറാം തീവ്രവാദികൾ ക്യാപ്റ്റീവ്സ് ആക്കുമ്പോൾ, തടവിലാക്കുമ്പോൾ, അതിൽ ഭൂരിപക്ഷം പേരും ക്രിസ്തുവിനെ തിരസ്കരിച്ചു. എന്നാൽ ലയാ താരിബു എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ പറഞ്ഞു, തല പോയാലും ക്രിസ്തുവാണ് വലുത്, തല പോയാലും എൻ്റെ നാഥനാണ് വലുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ തമ്പുരാൻ പരിഗണിക്കുമ്പോൾ സാക്ഷികൾ എന്ന നിലയിൽ രണ്ടാമതായി വിശ്വസ്തരാകുക. വലിയവനായില്ലെങ്കിലും വിശ്വസ്തനാകുക. ദൈവം വലിയവനാക്കിക്കൊള്ളും. ഇന്ന് വലിയവരാകാനുള്ള ശ്രമമാണല്ലോ എല്ലായിടത്തുമുള്ളത്. മെഗ്ലാമാനിക് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവില്ലെങ്കിലും, ഞാൻ വലിയ ആളല്ലെങ്കിലും എക്സസീവ് ഫീലിംഗ് ഓഫ് സുപ്പീരിയോറിറ്റി. ഇതെല്ലായിടത്തും ഇന്ന് ഉണ്ടാകുന്ന ഒന്നാണ് മെഗ്ലമാനിക്, എക്സസീവ് ഫീലിംഗ് ഓഫ് സുപ്പീരിയോറിറ്റി. പ്രിയപ്പെട്ടവരെ, വലിയവനാകണ്ട, വിശ്വസ്തനാകാൻ ശ്രമിക്ക്. തമ്പുരാൻ വലിയവൻ ആക്കിക്കൊള്ളും. സാക്ഷിയുടെ മൂന്നാമത്തെ പ്രത്യേകത, 1, സാക്ഷി സത്യത്തിൽ ജീവിക്കുന്നവൻ. 2, സാക്ഷി വിശ്വാസം വിശ്വസ്തതയിലേക്ക് രൂപപ്പെടുത്തിയവൻ. മൂന്നാമതായി, ഒരു സാക്ഷി, നമുക്കറിയാം, കോടതിയിൽ ചെന്ന് സാക്ഷി പറയുമ്പോൾ വർഗീസ് അച്ഛൻ കണ്ടത് അച്ഛൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. അത് കോടതി അനുവദിക്കില്ല. അത് പറയും, നോ, അതിവിടെ പറയാനൊക്കില്ല. നീ കണ്ടത് എന്തെങ്കിലും ഉണ്ടോ? നീ കേട്ടത് എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, സാക്ഷിയുടെ മൂന്നാമത്തെ പ്രത്യേകത, സാക്ഷിക്ക് സ്വന്തം അനുഭവങ്ങളാണ്, ഓൺ എക്സ്പീരിയൻസസ്. സ്വന്തം അനുഭവങ്ങളാണ് സാക്ഷിക്ക് പറയാനുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു കേട്ടറിഞ്ഞ ഒരു പ്രതിഭാസമാണോ അതോ കണ്ടറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണോ? ക്രിസ്തു നമുക്ക് കേട്ടറിഞ്ഞ ഒരാശയമാണോ അതോ കണ്ടറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണോ? അപ്പസ്തോലിക സംഘത്തിന്റെ സാക്ഷ്യം എന്തായിരുന്നു? 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുന്നു. വി ടച്ച്, വി സ്മെൽ, വി എക്സ്പീരിയൻസ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധന്മാർക്കൊക്കെ ക്രിസ്തു അനുഭവമായിരുന്നു. അവർക്കൊക്കെ ക്രിസ്തു അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കള്ളസാക്ഷി പറയരുത്. കള്ളസാക്ഷി എന്ന് വെച്ചാൽ എന്താ? സ്വന്തം അനുഭവമില്ലാതെ വിളിച്ചു പറയുന്നതിൻ്റെ പേരാണ് എന്ത്? കള്ളസാക്ഷി. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, വചനപ്രഘോഷണം നടത്തുമ്പോൾ എന്ത് അനുഭവം തമ്പുരാനെ കുറിച്ചുണ്ടായിട്ടാണ് ഈ പ്രഘോഷണങ്ങളൊക്കെ നടത്തുന്നത്? അനുഭവമില്ലാതെ പറഞ്ഞാൽ അതിൻ്റെ പേര് കള്ളസാക്ഷി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യങ്ങൾ നേർസാക്ഷ്യങ്ങളാകട്ടെ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പിടമാണിവിടെ. ഈ തിരുശേഷിപ്പ് നേർസാക്ഷ്യത്തിൻ്റെ സത്യമാണ്, അത് കള്ളസാക്ഷ്യമല്ല. ഈ സന്ധിയിൽ നസ്രായൻ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ആരാണ്? പൗലോസിനോട്, പത്രോസിനോട്, അപ്പസ്തോലിക സംഘത്തോടൊക്കെ അവർ ചോദിച്ചപ്പോൾ അച്ഛനാമുഖവാക്കുകളിൽ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ മാമോദീസ മുതൽ അവന്റെ സ്വർഗാരോഹണം വരെ അവന് സാക്ഷികളായവർ,
കേവലം ഒരു ക്രിസ്തു സംഭവത്തിന്റെ സാക്ഷിയല്ല, ക്രിസ്തു ജീവിതത്തിന്റെ സാക്ഷ്യം. ഇത് ഇന്നത്തെ കാലത്ത് ചിലയിടത്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ദൈവാനുഭവം ഒരനുഭൂതിയായി, ക്രിസ്തു ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മുടെ പെരുന്നാളുകളിൽ സത്യത്തിൽ ഉദ്ഘോഷിക്കേണ്ടുന്നത് ക്രിസ്തുവിനെയാണ്. ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, കുറ്റപ്പെടുത്തലല്ല, സ്വയം കുറ്റപ്പെടുത്തല. നമുക്കിന്ന് പെരുന്നാളുകളിൽ പെരുന്നാൾ നടത്തുന്ന വിശുദ്ധന്റെ ഫോട്ടോ ഉണ്ട്, കുർബാന ചൊല്ലുന്ന തിരുമേനിയുടെ ഫോട്ടോയുണ്ട്. പക്ഷെ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ഇന്ന് തമസ്കരിക്കപ്പെടുന്നുണ്ടോ? ക്രിസ്തു ഇന്ന് ഇകഴ്ത്തപ്പെടുന്നുണ്ടോ? ക്രിസ്തു ഇന്ന് തുച്ഛീകരിക്കപ്പെടുന്നുണ്ടോ? ഇത് സഭ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പത്രോസിനോട് പറയുകയാണ്, ശിമോൻ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നിനക്കെന്നോട് സ്നേഹമുണ്ടോ? ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ പരിശുദ്ധനെ മുമ്പിൽ നിർത്തിയിട്ട് ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഈ സഹതായിക്ക് ഗീവർഗീസിന് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, എന്നോട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിന്റെ കൈസറിയിൽ ചോദിക്കുന്നത്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പ്രിയപ്പെട്ടവരെയും, ഈ സന്ധ്യ അനുഭവത്തിൻ്റെ സന്ധ്യയായി മാറട്ടെ. നമുക്ക് കേട്ടുകേൾവികൾ വേണ്ട, നമുക്ക് പറഞ്ഞുള്ള അറിവുകൾ വേണ്ട. കണ്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന, തൊട്ടറിയുന്ന ഒരു ക്രിസ്താനുഭൂതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. നാലാമതായി, സാക്ഷിയുടെ നാലാമത്തെ പ്രത്യേകത, ഇന്നത്തെ കാലം നമുക്കറിയാം, മൊഴിമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും കാലുമാറ്റത്തിൻ്റെയും കാലമാണ്. ഞാൻ പേര് പറയാതെ പറയുന്നതിൽ ക്ഷമിക്കണം. കഴിഞ്ഞൊരു ദിവസം ഒരു മനുഷ്യൻ കേരളത്തിൽ മരിച്ചപ്പോൾ, ഒരു അഡ്വക്കേറ്റ്, കേരളത്തിലെ മനസ്സാക്ഷിയുള്ളവർ അങ്ങനെ അങ്ങ് സന്തോഷിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞാൽ തെറ്റാണെന്നറിയാം, പക്ഷേ സങ്കടപ്പെട്ടില്ല. കാരണം എന്താ? കള്ളസാക്ഷ്യത്വത്തിൻ്റെ, മൊഴിമാറ്റത്തിൻ്റെ, കൂറുമാറ്റത്തിൻ്റെ വക്താക്കൾ ഇതെല്ലാ തലത്തിലും ഉണ്ട് കേട്ടോ. എല്ലാ തലത്തിലും ഇത് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ അനേകം കുട്ടികളുടെ, അനേകം പെൺകുട്ടികളുടെ രക്തം ഈ കേരളത്തോട് കണ്ണുനീരോടെ യാചിക്കുന്നുണ്ട്. ഇടുക്കിയിൽ, നെടുങ്കണ്ടത്ത്, ഈ കൊച്ചു കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെയും കൂറുമാറ്റവും കാലുമാറ്റവും മൊഴിമാറ്റവും അല്ലേ? ചിലപ്പോഴൊക്കെ ചില പോക്സോ കേസുകളിൽ ഇങ്ങനെയാണ് വിധി വരുന്നത്. വാദിഭാഗം സാക്ഷി എന്ത് ചെയ്തു? കൂറുമാറി. പ്രിയപ്പെട്ടവരെ, അത് സാക്ഷിയല്ല. സാക്ഷിയുടെ പ്രത്യേകത കൺസിസ്റ്റൻസി ആൻഡ് ക്രെഡിബിലിറ്റി. അതാണ് സാക്ഷിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, നീതിക്കു വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാവർക്കും വരുന്ന കാറ്റിനൊൽപ്പിച്ച് തൻ്റെ ശരീരത്തെ ആട്ടുവാനും വരുന്ന മഴവെള്ളപ്പാച്ചിലിനൊരുമിച്ച് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുവാനും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. ചിലരൊക്കെ നിലപാടുകൾ ഉള്ളവരാണ്, ക്രെഡിബിലിറ്റി ഉള്ളവരാണ്, കൺസിസ്റ്റൻസി ഉള്ളവരാണ്. അതേ പ്രിയപ്പെട്ടവരെ, സാക്ഷിയുടെ നാലാമത്തെ അടിസ്ഥാന പ്രമാണം, സാക്ഷിക്ക് സ്ഥിരതയുണ്ട്. സ്ഥിരതയുള്ളവനെയാണ് ദൈവം മാനിക്കുന്നത്. മഹത്വമുള്ളവനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായം 3 വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. സ്ഥിരമാനസൻ. നിലപാടുകൾ ആവശ്യമാകട്ടോ. നിലവാരമുള്ളവർക്ക് മാത്രമേ നിലപാടുകൾ എടുക്കുവാൻ കഴിയുള്ളൂ. നിലപാടുകൾ എടുക്കുന്നവരെയാണ് നസ്രായൻ തേടുന്നത്. അതുകൊണ്ടാണ് യേശുമിശിഹ തമ്പുരാൻ തന്നെ പറഞ്ഞത്, ഒന്നുകിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല,
അല്ലാത്തതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു. ലവദുക്കിയ സഭയോട് യോഹന്നാൻ ദൈവദൂതനിൽ നിന്ന് കൽപ്പന വാങ്ങിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്: സഭാ ലവദുക്കിയ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. പ്രിയപ്പെട്ടവരെ, ചില നിലപാടുകൾ ഉണ്ടാകട്ടെ. അങ്ങും ഇങ്ങും ശരിയെന്ന് പറയുന്നതല്ല, സത്യമുള്ളതും വിശ്വസ്തമായതും അനുഭവാടിസ്ഥാനവുമുള്ളതെല്ലാം അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്: ഇഫ് യു സല്യൂട്ട് യുവർ പൊസിഷൻ, യു നീഡ് നോട്ട് സല്യൂട്ട് എനിബഡി. ബട്ട് ഇഫ് യു പൊല്യൂട്ട് യുവർ പൊസിഷൻ, യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി. ഇഫ് യു സല്യൂട്ട് യുവർ പൊസിഷൻ, you need not salute anybody. But if you pollute your position, you have to salute everybody. പ്രിയപ്പെട്ടവരെ, സ്ഥിരചിത്തരായി മാറുക. വരുന്ന കാറ്റിൽ, വരുന്ന മലവെള്ളപ്പാച്ചിലിൽ ആശയഘടനകൾ മാറാനല്ല, സ്ഥിരതയോടെ കൺസിസ്റ്റന്റായി ക്രെഡിബിളായി തീരുന്നവനാണ് യഥാർത്ഥ സാക്ഷി. അഞ്ചാമതൊരു ചിന്ത കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഞാൻ നിങ്ങളെ എൻ്റെ സാക്ഷികൾ ആക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ഇസ്രായേലിൽ എല്ലായിടത്തും ലോകമുള്ളിടത്തോളം എൻ്റെ സാക്ഷികൾ ആകും. കാണികളിൽ നിന്ന് സാക്ഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് നസ്രായന്റെ വിളി. ആ സാക്ഷിയുടെ 4 പ്രത്യേകതകൾ നാം കണ്ടു. 1, സത്യത്തിൽ ജീവിക്കുന്നവൻ. 2, വിശ്വാസം വിശ്വസ്തതയായി രൂപപ്പെടുത്തുന്നവൻ. 3, ഓൺ എക്സ്പീരിയൻസ്, കേട്ടുകേൾവികളല്ല, കിംവദന്തികളല്ല, അവനവന്റെ അനുഭവങ്ങൾ. അതാണ് സാക്ഷിയുടെ 3ാമത്തെ അനുഭവം, 3ാമത്തെ പ്രത്യേകത. 4, സാക്ഷി കാലുമാറുന്നവനല്ല. അവന്റെ പ്രത്യേകത, അവൻ സ്ഥിരചിത്തനാണ്, സ്ഥിരമാനസനാണ്. സാക്ഷിയുടെ 4ാമത്തെ പ്രത്യേകത, മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ, വാളാൽ ചിറകുകൾ പൂൺ ഉന്നത പദമേറി. മശിഹായെ കാണാൻ കാംക്ഷിച്ച സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ട് ഉന്നത പദമേറി. സാക്ഷിയുടെ 5ാമത്തെ പ്രത്യേകത, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു, യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും. പ്രിയപ്പെട്ടവരെ, മശിഹായെ കാണുവാൻ തങ്ങളുടെ സത്യത്തിന്റെ സാക്ഷിയായി നിലകൊണ്ടപ്പോൾ അവർ മരണം ക്ഷണിച്ചു വരുത്തി. നമുക്കറിയാം, ക്രിസ്തുവിന്റെ മരണം പോലും വേഗത്തിലായതിൻ്റെ 2 കാരണങ്ങൾ. 1, ദേവാലയത്തോടുള്ള അവിടുത്തെ സമീപനം. 2, അവിടുത്തെ വചന വ്യാഖ്യാനം, ഹെർമനോട്ടിക്സ്. ഇത് രണ്ടുമാണ് ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് വേഗം ആ മരണത്തെ കൊണ്ടുവരുവാനുള്ള സാഹചര്യം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധന്മാർ, സഹദന്മാർ, സാക്ഷികൾ, അവർ തങ്ങളുടെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി അർപ്പിച്ചവരാ. അതുകൊണ്ടാണ് അവരുടെ ജീവൻ എവിടെ കാണുന്നത്? യാഗപീഠത്തിന്റെ കീഴിൽ, യാഗപീഠത്തിന്റെ അരികിൽ, സാക്ഷികളുടെ സമൂഹത്തിൽ അവർ കാണുന്നത്.
അതേ പ്രിയപ്പെട്ടവരെ, മരണം ക്ഷണിച്ചു വരുത്തിയവരാണ് സാക്ഷി. എന്തിനു വേണ്ടി? ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾക്ക് വേണ്ടി: സത്യത്തിന് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി, അനുഭവത്തിന് വേണ്ടി, സ്ഥിരതയ്ക്ക് വേണ്ടി മരണം ക്ഷണിച്ചു വരുത്തിയവരാണ് സാക്ഷികൾ. ഞാൻ പറഞ്ഞല്ലോ, 28ാമത്തെ വയസ്സിൽ. ലളിതമായ മരണമായിരുന്നില്ല. നമ്മൾ ആരാധനയിൽ തന്നെ പാടുന്നുണ്ട്, ചക്രത്തിന്മീതെ കണ്ടേൻ ന്യായസ്ഥാനെ. പ്രിയപ്പെട്ടവരെ, ദിദ്യാനൂസ് എന്ന് പറയുന്ന ഭരണത്തലവനെ കൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തി കുറഞ്ഞത് 7 വിധത്തിലുള്ള പീഡനം ഈ ഗീവർഗീസിനെ ഏൽപ്പിച്ചു. ഓരോ പീഡനത്തോടൊപ്പം തന്നെ ഓരോ പ്രോമിസുകളും, ഇന്നത് തരാം, ഇന്നത് തരാം, ഇന്നത് തരാം എന്നുകൂടെ പറഞ്ഞിരുന്നു. ഗീവർഗീസ് പറഞ്ഞു, ഇല്ല, ക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം ഞാൻ ചേർന്ന് എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, സഹദായുടെ പെരുന്നാൾ ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീരുന്ന പെരുന്നാളാണ്. പൂവൻ കോഴിയോട് ഒരാൾ ചോദിച്ചു, പൂവൻ കോഴി, നിന്നെ മാത്രം ഇങ്ങനെ തച്ചു കൊല്ലുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിൽ നമുക്കറിയാമല്ലോ, പണ്ട് കാലത്ത് വിരുന്നുകാർ വന്ന കിടക്കപ്പുറതി ഇല്ലാത്തത് ആർക്കാണ്? പൂവൻ കോഴിക്കാണ്. ഉടനെ പൂവൻ കോഴി തിരിച്ചു ചോദിച്ചു, ലോകത്തെ കൂകി ഉണർത്തിയവരിൽ ആരെയാണ് ഇന്നുവരെയും കൊല്ലാതിരുന്നിട്ടുള്ളത്? ലോകത്തെ കൂകി ഉണർത്തിയവരിൽ ആരെയാണ് ഇന്നുവരെയും കൊല്ലാതിരുന്നിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇതാ ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പെരുന്നാളിൻ്റെ പരിസമാപ്തിയിലേക്ക് സഹദായോടൊന്നിച്ച് നമ്മൾ കടന്നു വരുമ്പോൾ, കാണികൾ എന്ന സ്ഥാനത്ത് നിന്ന് സാക്ഷികൾ എന്ന സ്ഥാനത്തേക്കുള്ള വാതായനം തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് കാഴ്ചക്കാരായി മടങ്ങിപ്പോകാം. ഈ കാണുന്ന ബാഹ്യമായ കാഴ്ചകളൊക്കെ കണ്ട് വെറും കാഴ്ചക്കാരായി മടങ്ങിപ്പോകാം. അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സാക്ഷികളാകാം. സാക്ഷിയുടെ സ്ഥാനം ത്രോണോസിലാണ്. സാക്ഷിയുടെ സ്ഥാനം യാഗപീഠത്തിലാണ്. അതെ, തങ്ങൾ പറഞ്ഞ വചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും മരിച്ചവരുടെ ആത്മാക്കൾ അവർ ചോദിക്കുന്നുണ്ട്, നാഥ, നീ എന്താണ് ഇതിന് പകരം ചെയ്യാത്തത്? ഉടനെ പറയുന്നു, ഭൂമിയിൽ ഇനിയും കടന്നു വരുവാനുള്ള അനേകരുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കാണികൾ എന്ന സ്ഥാനത്ത് നിന്ന് സാക്ഷികൾ എന്ന സ്ഥാനത്തിലേക്ക് ഈ പെരുന്നാളിൽ നമുക്കും കടന്നു ചെല്ലാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ